ഹലോ ഫ്രണ്ട്സ്, ഭക്തജനങ്ങളെ, ഞങ്ങളൊരു ശബരിമല യാത്ര പോവാണ്. അപ്പോൾ ശബരിമല യാത്ര പോകുമ്പോൾ ഒരുപാട് ആളുകൾക്ക്, ഇപ്പോൾ പാലക്കാട് നിന്ന് പോകുന്ന ആൾക്കാരാണെന്ന് വെച്ചാലും ശരി, ഇവിടുന്ന് പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ശബരിമല യാത്രയിൽ ഒരുപാട് പൈസ മുടക്കിയിട്ട് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കാശാവും. നമ്മൾ സിമ്പിളായിട്ട് കെട്ട് നിറച്ച് നമ്മൾ സിമ്പിളായിട്ട് ട്രെയിനിൽ ഒരു യാത്ര ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. അതും ചിലവ് ചുരുക്കിയിട്ടുള്ളൊരു യാത്ര കേട്ടോ ഞങ്ങൾ പോകുന്നത്. അത് നമ്മൾ കെട്ടൊക്കെ നിറച്ചു. നമ്മളെ ഗുരുസ്വാമി ഗിരീശ സ്വാമികളുണ്ട്, അവർ കെട്ടൊക്കെ നിറച്ച് തന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, വളരെ ചിലവ് കുറഞ്ഞൊരു രീതിയിലാട്ടോ പോകുന്നത്. ട്രെയിനിൽ പോകുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയുക, കൂടുതലൊന്നും ചിലവാവില്ല. നമ്മൾ അതിൻ്റെ ഒരു പകുതിയെ നമുക്ക് എന്തായാലും ഇപ്പോൾ 2000 രൂപ 2500 രൂപ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിന് കൊടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കാറെടുത്ത് പോകണമെന്ന് വെച്ചാൽ പോലും നമുക്ക് ഒരുപാട് പൈസ ചിലവാകും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പോയിട്ട് വരാമെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ പോകുന്നത് ട്രെയിനിലാട്ടോ, പാലക്കാട് ഒലവക്കോട് നിന്ന് നമ്മളിതൊക്കെ കെട്ടൊക്കെ നിറച്ചു, പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് യാത്ര നമ്മൾ പോകുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ ട്രെയിൻ അവൈലബിലിറ്റി നോക്കിയിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എളുപ്പത്തിൽ പോകാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്ത് പോകണം, ഇത്ര റിസ്ക്കും ഇല്ല നമുക്ക്. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ കെട്ടുനിറയൊക്കെ കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, കാർ പാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഇപ്പോൾ ശബരി എക്സ്പ്രസ്സിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. രാവിലെ 10 മണിക്കാട്ടോ ട്രെയിൻ. 10 മണിക്ക് ട്രെയിൻ വന്നു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ട്രെയിൻ കയറി കഴിഞ്ഞ് നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. നമുക്ക് വളരെ ചിലവ് കുറച്ചിട്ടാട്ടോ നമ്മൾ പോകുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തൈര് സാധവും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ട്രെയിനിനൊന്നും വാങ്ങിച്ച് കഴിക്കില്ല. ഇഡ്ഡലി പാക്ക് ചെയ്തിട്ട് രാത്രിക്കുള്ള ഫുഡ് അടക്കം പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഒന്നും കേടുവരില്ല. അപ്പോൾ ആലോചിച്ച് നോക്കുക, നമുക്ക് എത്രത്തോളം ചിലവ് ചുരുക്കാൻ പറ്റുമോ അത്രത്തോളം ചിലവ് ചുരുക്കിയിട്ട് പോകാൻ പറ്റും. ശബരി എക്സ്പ്രസ് ആണ്. ഇതിൽ കയറി ഞങ്ങൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ 200 സംതിങ് എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇത്ര ചിലവുള്ളൂ. നമ്മൾ 4 മണി, കറക്റ്റ് 4 മണിയാകുമ്പോഴേക്കും നമ്മൾ ചെങ്ങന്നൂർ എത്തും. ചെങ്ങന്നൂർ എത്തിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ തന്നെ, റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ട്രെയിൻ കിട്ടും, അല്ല ബസ് കിട്ടും. നമുക്ക് ഇഷ്ടം പോലെ ബസ്സാട്ടോ. മിനിറ്റിന് ആൾ ഫുള്ളായി കഴിഞ്ഞാൽ ആൾ ഫുള്ളായി കഴിഞ്ഞാൽ ഈ ബസ് എടുക്കും. ഇപ്പോൾ ഇനി കുറച്ച് ആൾക്കാരും കൂടി കയറി കഴിഞ്ഞാൽ ഈ ബസ് എടുക്കും. ബസ് എടുത്ത് കഴിഞ്ഞാൽ നേരെ വിട്ടു കേട്ടോ. അതിനുശേഷം നമുക്ക് ഇടയിൽ ചായ കുടിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിർത്തിത്തരും. ഒരു 15-20 മിനിറ്റ് നിർത്തും. നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം, ഡിന്നർ കഴിക്കണം, എന്താണെന്ന് വെച്ചാലും. ഇപ്പോൾ രാത്രി ടൈമിൽ നിർത്തിത്തരും. ഹോട്ടൽസൊക്കെ അവൈലബിൾ ആണ്. കണ്ടല്ലോ, എല്ലാ ബസ്സും ഫുള്ള് ട്രാൻസ്പോർട്ട് ബസ്സായിട്ടോ. എല്ലാ ട്രാൻസ്പോർട്ട് ബസ്സും കൂടെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിക്കുക, 15-20 മിനിറ്റ് ബാത്റൂം പോകാനുള്ളവർക്ക് ബാത്റൂം പോവുക, യൂറിൻ പോവുക, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബസ്സിൽ കയറി വീണ്ടും ബസ് സ്റ്റാർട്ട് ചെയ്തു. എളുപ്പട്ടോ. ഇവിടെ 140 രൂപയുള്ളൂ ബസ്സിന്. അപ്പോൾ എത്രയായി? 250 140 രൂപ അത്ര ചിലവ് വരുന്നുള്ളൂ. എളുപ്പത്തിൽ നമുക്ക് പോകാം. നമുക്കിതിപ്പോൾ നിലയ്ക്കലെത്തി. എത്ര വേഗം നിലയ്ക്കലെത്തി. നമ്മൾ രാവിലെ 10 മണിക്ക് കയറിയാൽ നിലയ്ക്കലെത്തുമ്പോൾ നമുക്ക് ആൾമോസ്റ്റ് ഒരു 5:30 നമ്മൾ നിലയ്ക്കലെത്തി. ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ അത്രേ ഉള്ളൂ പമ്പയ്ക്ക്. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് നമുക്ക് വരാൻ പറ്റുക. നിലയ്ക്കലിൽ നിന്ന് ജസ്റ്റ് നിർത്തില്ല കേട്ടോ, അവിടെ വണ്ടി ഫുള്ളാണല്ലോ, അപ്പോൾ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. എടുത്തു നേരെ പമ്പയിൽ കൊണ്ടുവന്ന് ഇറക്കി കേട്ടോ. പമ്പയിൽ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി നേരെ മുന്നിലോട്ട് തന്നെ നമ്മളെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന ആ സ്ഥലത്തുമ്പോൾ ബസ് ഇഷ്ടംപോലെ ബസ്സാട്ടോ. വിത്തിൻ 2 സെക്കൻഡിന് ഒരു ബസ് ഫുള്ളായി കഴിഞ്ഞാൽ അടുത്ത ബസ് റെഡിയാണ്. അത്രയും ബസ്സുണ്ട്. സീസണിലല്ല കേട്ടോ, ഇത് മാസം 1-ാം തീയതി തുറക്കുന്ന ആ ടൈമാണ്. അപ്പോൾ മകരവിളക്ക് കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. വലിയ തിരക്കൊന്നുമില്ല, എങ്കിൽ പോലും കുറച്ച് തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പക്ഷേ തിരക്കുണ്ടോ ഇല്ലയോ, ബസ് ഇവിടെ അവൈലബിലിറ്റി ആണ്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് 2500-3000 രൂപ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ ചിലവാക്കി വരുന്നതിനെക്കാട്ടിലും സിമ്പിളായിട്ട് 1000 രൂപയിൽ താഴെ വരുന്നൊരു ചിലവിൽ നമുക്ക് വീട്ടിൽ നിന്ന് വന്ന് തൊഴുത് പോകാൻ. നമ്മൾ പമ്പയിൽ വെള്ളം ഇത്തിരി കുറവാണ്. മുങ്ങി കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ആൾക്കാർ കുളിച്ച് വൃത്തികേടായിട്ടും ഒഴുക്കുള്ള സ്ഥലം പറഞ്ഞാൽ കുറച്ചും കൂടി മുന്നിലോട്ട് അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഒഴുക്കാട്ടോ. ഈ വെള്ളം വരുന്ന ഭാഗത്തേക്ക് തന്നെ പോകണം. കുറച്ചും കൂടി മുന്നിലേക്ക് നടന്നു കഴിഞ്ഞാൽ നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ അവിടെ പോയി കുളിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇവിടെ കുളിക്കുമ്പോൾ നമുക്ക് എല്ലാവരും കുളിച്ച് ഒരു മാതിരി വേസ്റ്റാക്കി വെച്ചിട്ടുണ്ടാകും വെള്ളമൊക്കെ. കുറച്ചും കൂടി മുന്നിലോട്ട് ക്ലോക്ക് റൂം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പുതിയൊരു ടെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. റെസ്റ്റ് എടുക്കാനൊക്കെ ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാൻ നല്ല ചൂടാണ് ഇനി. അപ്പോൾ പുതിയ ടെൻറ്റ് വന്നിട്ടുണ്ട്. ആ ടെൻറ്റിലൊക്കെ നമുക്ക് വേണിച്ചാൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, ഒരു പ്രോബ്ലം ഇല്ല.
അതിൻ്റെ കൂടെ കുറച്ചും കൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുളിക്കാൻ പറ്റും സിമ്പിളായിട്ട്. നല്ല നല്ല ഒഴുക്കുണ്ട് അവിടെ. വെള്ളം കുറവാണ്, പക്ഷേ എങ്കിൽ പോലും നല്ല ഒഴുക്കുള്ള വെള്ളമായാലും നമുക്ക് കുറച്ച് വൃത്തി ഉണ്ടാവും. അവിടെ പോയിട്ട് നമുക്ക് കുളിക്കാൻ പറ്റും. അതല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. സീസൺ അല്ലെങ്കിലും തെലുങ്ക്, ആന്ധ്ര, കന്നഡ ഇവരൊക്കെയാണ് കൂടുതലുള്ളത് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അവരങ്ങനെയാണല്ലോ, ഫാമിലിയോടായിട്ട് വരും. ഇവിടെ റൂമൊക്കെ എടുത്തിരുന്ന് അങ്ങനെയാണ് സാധാരണ അവരൊക്കെ വരാറ്. കണ്ടോ, ഇവിടെ നെയ്ത്തേങ്ങ നിറച്ച് തരും. നമുക്ക് കെട്ടില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കെട്ട് നിറച്ച് നമുക്ക് മുകളിലോട്ട് പോവാം. അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങോട്ട് പോന്നാൽ മതി, ഒരു കുഴപ്പമില്ല. എപ്പോൾ വേണിച്ചാലും ഇവിടെ 200, 300, 400 അങ്ങനെ എന്തോ ആണ് ഫീസ്. കെട്ട് നിറച്ച് നമുക്ക് കൈത്തരും. ഗുരുസ്വാമിമാർ ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഡ്രൈവർ വന്നു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ഇവിടുന്ന് തന്നെ, വണ്ടി ഓടിച്ച് വരുന്ന ഡ്രൈവർമാർക്ക് ഇവിടുന്ന് തന്നെ മല കയറി പോകാം. ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കുളിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറ്റും. ഇവിടെ കുറച്ച് നല്ല ഒഴുക്കുണ്ട്. ആ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു കുഴി കേട്ടോ, ആ കുഴി പോയിട്ട് മുങ്ങാം. അതിനുശേഷം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു, കെട്ട് നിറച്ചു. കെട്ടിന് പൂജ ചെയ്തു. വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ തുടങ്ങി. നേരെ മുന്നിലോട്ട് നടക്കുകയാണ്. നടന്ന് നല്ല ഒരു 7 ആകുമ്പോൾ 8 മണീൻ്റെ ഉള്ളിൽ ഞങ്ങൾ മേലെ സന്നിധാനത്തിലെത്തി കേട്ടോ. നടപ്പന്തലിലെത്തിയതിന് ശേഷം ഒരു മാക്സിമം ഒരു 1 അവർ, ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങളിവിടെ നിന്നിട്ടുണ്ട്. പക്ഷേ രാത്രി ഞങ്ങൾക്ക് ഒരു 10:30 ആകുമ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചു. കിട്ടിയില്ല കേട്ടോ, ദർശനം കിട്ടിയില്ല. പിന്നെ പിറ്റേ ദിവസമാണ് ദർശനം കിട്ടിയത്. പക്ഷേ പടി കയറ്റി വിടുന്നുണ്ട്. എന്തായാലും ഇരുമുടി കെട്ട് വെച്ച് പടി കയറ്റി വിടുന്നുണ്ട്. അതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ക്യൂ നിൽക്കണം. ക്യൂ നിന്നിട്ട് വേണം കാണാൻ പറ്റുള്ളൂ. നല്ല തിരക്കുണ്ട് കേട്ടോ, ഏകദേശം നല്ല തിരക്കുണ്ട്. തേങ്ങയൊക്കെ ഉടച്ചു കേട്ടോ, നല്ല തിരക്കാണ്. സാധാരണ തിരക്ക് പോലെ തന്നെ ഏകദേശം ഉണ്ട്. അത്രയും ജനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ തിരിച്ചു വിട്ടു എന്നാണ് പറയുന്നത്. മകരവിളക്കിന് കുറച്ച് ആൾക്കാരെ കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ നെയ്ത്തേങ്ങയുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ആഴിയിൽ കൊണ്ടുപോയി ഇട്ടു. വീണ്ടും നമ്മൾ നിലത്ത് പുറത്തോട്ട് പമ്പയിലേക്ക് ഇറങ്ങുകയാണ്. കാരണം കൂടുതൽ വീഡിയോസൊന്നും നമ്മൾ അധികം കാണിക്കില്ല, ബാക്കിയെല്ലാം അറിയാമല്ലോ. അവിടുത്തെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പുലർച്ചയ്ക്ക് ഏകദേശം 5:30-6 മണി ടൈമിൽ പുലർച്ചയ്ക്ക് ഇറങ്ങി. ഒരു 6-6:30 ആകുമ്പോഴേക്കും ആൾക്കാരൊക്കെ സ്വാമിമാരൊക്കെ വീണ്ടും കയറി വരുന്നുണ്ട്. ചൂടോടെ അടിപൊളി ഒരു കഞ്ഞി കിട്ടിയിട്ടോ. അതാണ് ഏറ്റവും ഒരു മനസ്സമാധാനം. കാരണം ഈ ചൂട് കഞ്ഞിയും കപ്പയും ചുട്ടമുളക് ചമ്മന്തി പിന്നെ പയറ് അച്ചാർ, ഈ 3 സാധനം കൂടി കഴിക്കുമ്പോൾ നമ്മൾ കയറി ഇറങ്ങി വന്നതിൻ്റെ ക്ഷീണം മാറ്റണമെങ്കിൽ ഇതാണ് ഏറ്റവും വലിയൊരു സുഖം. നേരെ മുന്നിലോട്ട് നടന്നാൽ ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെങ്ങന്നൂരിലേക്കോ പിന്നെ പത്തനംതിട്ടയ്ക്ക് എവിടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്, എരുമേലി ആണെന്ന് വെച്ചാൽ പത്തനംതിട്ട, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി ഒരുപാട് ബസ്സുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ബസ്, മിനിറ്റിന് സെക്കൻഡിന് ബസ്സുകളാണ്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ 140 രൂപ ചിലവ്. വന്ന ബസ്സിന് എല്ലാം കൂടിയിട്ട് ഒരു 600 രൂപ, അതിന് കൂടുതലൊന്നും വരുന്നില്ല. ചിലവ് ചുരുക്കിയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെച്ചാൽ എല്ലാ മാസവും നമുക്ക് ശബരിമലയ്ക്ക് വന്നു പോകാൻ പറ്റും. ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്ക് അയ്യപ്പനെ ഒന്ന് കണ്ടിട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൽ, വലിയ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ എല്ലാവരും കൂടി വരുമ്പോൾ നമുക്ക് ഏകദേശം 2500-3000 രൂപ വരുന്നുണ്ട്. പിന്നെ അതിന് ശേഷം കെട്ടുനിറയുടെ ചാർജ് വരുന്നുണ്ട്, ഭക്ഷണം, ഇതെല്ലാം. വണ്ടിക്ക് മാത്രം ചില ആൾക്കാർ 2500 രൂപ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെക്കാട്ടും നല്ല സിമ്പിളായിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുക പോരുക, അതിനുള്ളൊരു സുഖം വേറെ ഉണ്ട്. ഇഷ്ടംപോലെ ബസ്സുണ്ട് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ചില ആൾക്കാർക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്ന് നോക്കുക.